എല്ലാവർക്കും കുക്കിംഗ് വിത്ത് ആനന്ദിൻ്റെ പേരിൽ ക്രിസ്മസ് ദിനാശംസകൾ. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഓറഞ്ച് വാനില ക്രീം കേക്ക്. ഇത് വളരെ എളുപ്പമായിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം 1 കപ്പ് മൈദ എടുക്കുക. അത് 250 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ സോഡാപ്പൊടിയും, 2.5 ഗ്രാം സോഡാപ്പൊടിയും 5 ഗ്രാം ബേക്കിംഗ് പൗഡറും, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ മുട്ട വേണം എന്നുള്ളവർക്ക് കൂടുതൽ മുട്ട എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. എന്നിട്ട് ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ ഹണിയും കൂടെ ഒഴിച്ചായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 കിലോ 250 ഗ്രാം പൊടിച്ച പഞ്ചസാരയും കൂടെ എടുത്ത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി എല്ലാം നല്ല രീതിയിലൊന്ന് തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും നമ്മുടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂണുകളിലോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് മാറ്റി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച മൈദ മിക്സ്ചർ അതിലേക്ക് ഇടാം. എന്നിട്ട് മൈദ മിക്സ്ചർ ഇടുന്ന അതിനോടൊപ്പം തന്നെ ഒരു 25 ml പാലും 75 ml സൺഫ്ലവർ ഓയിലും ഇടവിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ബീറ്റും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ള നന്നായിട്ടൊരു നല്ല തിക്നെസ് ആയിട്ടുള്ളൊരു നല്ലതായിട്ടൊരു ഇഡ്ഡലി മാവ് പോലത്തെ ഒരു മാവ് പോലെ നല്ല ഇതായിട്ട് കിട്ടും. നല്ല മാവൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേ സമയം തന്നെ ബേക്കിംഗ് ട്രേ ഒക്കെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി വെക്കുക കേട്ടോ. ബേക്കിംഗ് ട്രേയിൽ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ പകുതി മാവ് അതിലേക്ക് ഒഴിക്കുക. ഇത് അപ്പോൾ വേനലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പകുതി മാവ് ഒരു ട്രേയിലിടുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ച് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓറഞ്ച് ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് ഫ്ലേവറും കൂടെ ഇടാം. എന്തായാലും ഹെൽത്ത് വൈസ് നല്ലതല്ല, എന്നാലും ജസ്റ്റ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അതിലേക്ക് ബാക്കിയുള്ള മാവ് നമുക്ക് വേറൊരു ട്രേയിലേക്കും കൂടെ ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് അവനാണെങ്കിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് ചൂടാക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മുടെ മുകളിലുള്ള കരിഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ കേക്കിൻ്റെ, അതെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി 2 പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 50 ഗ്രാം വീപ്പിംഗ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 100 മുതൽ 120 ml നല്ല തണുത്ത പാൽ ഒഴിച്ചിട്ട് ബീറ്റ് എടുക്കുക. അപ്പോൾ നല്ല ക്രീമായിട്ട് കിട്ടും. നല്ല വീപ്പിംഗ് ക്രീം നല്ല ക്രീമായിട്ട് കിട്ടും. എന്നിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ ഇപ്പോൾ ആദ്യം വേനില വേണമെങ്കിൽ വേനില വയ്ക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് കളർ വേണമെങ്കിൽ ഓറഞ്ച് കളർ വയ്ക്കുക. ഏത് രീതിയിൽ വച്ചിട്ട് അതിലേക്ക് ഫുള്ളും ജസ്റ്റ് നമ്മുടെ വീപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ജസ്റ്റ് ഫുള്ളും ഒന്ന് പടർത്തി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു നമുക്ക് പല ഡെക്കറേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡെക്കറേഷനിൽ ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചെറീസ് എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകളും ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.